ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകം, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറകളെ, മേരെ സാഥിയോ. ടുഡേ ഐ ആം ഗിവിംഗ് യു സം എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓഫ് 10th സ്റ്റേറ്റ് സിലബസ് കെമിസ്ട്രി, സബ്ജക്റ്റ് കെമിസ്ട്രി. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലെ ബുക്ക് നോക്കാം. കൂടുതലായി ചോദ്യങ്ങൾ വരിക സെക്കൻഡ് പാർട്ടിൽ നിന്നാണ്. സോ ദി 5th ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്ററുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പോൾ അതിൽ അമോണിയയെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. അമോണിയ, അതിൻ്റെ നമുക്കറിയാം കെമിക്കൽ ഫോമുല NH3 അല്ലെ, നൈട്രജനും ഹൈഡ്രജനും ചേർന്നാണ് എന്തുണ്ടാകുന്നത്, അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം സാധാരണയായിട്ട് ഇതിൻ്റെ അമോണിയ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അമോണിയം ക്ലോറൈഡ് പ്ലസ് ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl പ്ലസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH twice gives calcium chloride CaCl2 പ്ലസ് 2H2 വാട്ടർ പ്ലസ് 2NH3 അമോണിയ ഫോം ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ക്യുക്ലൈം കൂടി കടത്തി വിടുകയാണെങ്കിൽ, അതായത് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ കൂടി ഇത് കടത്തി വിടുകയാണെന്ന് കഴിഞ്ഞാൽ ദിസ് ഈസ് പാസ് ത്രൂ ഡ്രൈയിങ്. കടത്തി വിടുന്നു എന്തിനറിയോ, അതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, അമോണിയയിലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് നീക്കം ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാനുള്ളതിൻ്റെ ആ സ്പെഷ്യൽ നോക്കും, ഇതിൻ്റെ കളർ എന്താണ്, വാട്ട്സ് ദി കളർ ഓഫ് അമോണിയ ഗ്യാസ്. അപ്പോൾ കളറില്ല അല്ലേ, ഇല്ല എന്ന് പറയാം. അതുപോലെ ഓട്ടർ അല്ലേ പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് എങ്ങനെയാണ്, പഞ്ചൻ സ്മെൽ, ഒരു ഇറിറ്റേറ്റിംഗ് സ്മെൽ, ഇറ്റ്സ് ആൻ ഇറിറ്റേറ്റിംഗ് സ്മെൽ. അതുപോലെ തന്നെ നാച്ചുറൽ അല്ലേ, ബേസിക് നാച്ചുറാണ്, നോട്ട് അസിഡിക്, ബേസിക്. ദെൻ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ അല്ലേ, എങ്ങനെ ലയിക്കും ഇത് വെള്ളത്തിൽ എന്നുള്ളതാണ്, വളരെ വെരി ഹൈ അല്ലെ, വളരെയധികം മലിഞ്ഞു ചേരുന്നതാണ് അമോണിയ. ദെൻ ഡെൻസിറ്റി ഓഫ് അമോണിയ, ഇതിലെ ഡെൻസിറ്റി എങ്ങനെയാണ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ അല്ല, എയറിനേക്കാളും ഭാരം കുറഞ്ഞാണെന്ന് പറയാം. അതിന് പിന്നെ ഇന്ന് വരാവുന്നത് നമുക്കറിയാം ദി യൂസസ് ഓഫ് അമോണിയ. ഇതിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അമോണിയയ്ക്ക്. എന്തൊക്കെയാണത്, മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫസ്റ്റ് വൺ അല്ലേ, ഒരുപാട് വളങ്ങൾ ഉണ്ടാക്കാനായിട്ട് അമോണിയ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ലൈക്ക് അമോണിയം സൾഫേറ്റ്, അറിയാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വളമാണ് അമോണിയം സൾഫേറ്റ്. ദെൻ അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ അല്ലേ, യൂറിയ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. ദെൻ അടുത്ത ഒരു റെഫ്രിജറൻറ്റ് ഇൻ ഐസ് പ്ലാന്റ്സ് അല്ലേ, കൂൾ ചെയ്യാനായിട്ട് ഒരു കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നു ഐസ് പ്ലാന്റുകളിൽ. അതുപോലെ ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോസ് പൈൻസ് അല്ലേ, വിൻഡോ പൈൻസ് എന്ന് പറഞ്ഞാൽ ജനലഴികൾ, അതുപോലെ വിൻഡോ ടൈൽസ്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനായി ഉപയോഗിക്കും. ഇതുകൂടാതെ മറ്റൊരു ഉപയോഗം കൂടി ഉണ്ട് കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിലൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം റബ്ബർ പാൽ, ലാറ്റക്സ് അല്ലേ, ഇത് കട്ടിയാവാതെ സൂക്ഷിക്കാൻ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്യും. വലിയ ഡ്രമ്മൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതിൽ അമോണിയ ഗ്യാസ് ഫില്ല് ചെയ്തതിലേക്കാണ് നമ്മൾ ഈ റബ്ബർ പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് മാസങ്ങളോളം അങ്ങനെ കട്ടിയാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ വരുന്ന, ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് എടുത്തു പോകുന്നത് കേട്ടോ, കാരണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ടത് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ റിയാക്ഷൻസ് അറിയാം അല്ലേ, 2 തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ട് അല്ലേ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ, അതായത് ഒന്ന് മുന്നിലേക്ക് നടക്കും, ഒന്ന് പിന്നിലേക്ക് നടക്കും, റിവേഴ്സിബിൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ചിലതെന്തായിരിക്കാം, ഈ കെമിക്കൽ എക്വിലിബ്രിയം എന്ന് പറയും, 2 റിയാക്ഷനും അതായത് ഈക്വൽ ആവുമ്പോൾ, അതായത് വെൻ ദി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ഈക്വൽ, എപ്പോഴാവും ഈക്വൽ ആവുന്ന സമയത്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും അല്ലേ. നമ്മൾ പറഞ്ഞാൽ ഒന്നും നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാത്തൊരവസ്ഥ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇനി വീണ്ടും, കാരണം മൺഡേ ആണ് എക്സാം. സോ നിങ്ങൾ നന്നായി ഇത് ശ്രദ്ധിക്കുക, വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ വളരെ സ്പീഡിൽ എടുത്തു പോകണം. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽസ്, മൈ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ. Subscribe it, otherwise you can get the continuation of the classes. Then share it maximum as you can. Then Facebook my link Step Up with English 108 Action Art, following and share. Instagram my link Prakash TK7, it's also following and share. See you in my next video. Okay then.